ഹായ് ഹലോ നമസ്കാരം, വിനിയാണ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുഴപ്പമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ സംഭവം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റും, അതിനാണ്. സോ കുറച്ച് ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കാര്യം പറയാം എന്ന്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് കാല് വേദന, ഇടുപ്പ് വേദന എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് മുട്ടിൻ്റെ സർജറി, മറ്റേ നീ റീപ്ലേസ്മെൻറ്റിൻ്റെ സർജറി 2 മുട്ടിൻ്റെയും അച്ഛൻ്റെ കഴിഞ്ഞാണ്. അങ്ങനെ അച്ഛൻ ഒരു മുട്ട് ചെയ്യുന്നു, തൃശ്ശൂരാണ് ചെയ്തത്. അങ്ങനെ 2ാമത്തെ മുട്ടിന് അച്ഛന് 8 മാസം ഗ്യാപ്പ് എടുത്തു. അങ്ങനെ അച്ഛൻ ചെയ്തപ്പോൾ അച്ഛൻ അമ്മോട് ചോദിച്ചു, നിനക്കും ഇത് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ എന്താണ് പറയുക, തൃശ്ശൂർ പോകുന്നു, അവിടെ നോക്കാൻ പോകുന്നു. അവിടെ പോയപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കമ്മിയായിട്ട് അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ, അതിൽ ഹീമോഗ്ലോബിൻ കമ്മിയായിട്ട് കാണുന്നു. അപ്പോൾ അവർ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കൂ എന്ന് പറയണു. പക്ഷേ ആ ഹീമോഗ്ലോബിൻ കാര്യങ്ങളൊക്കെ ശരിയായപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് റെക്കമെൻഡേഷൻസ് കിട്ടി. കുറച്ച് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയുടെ സർജറി, മുട്ടിൻ്റെ സർജറി പാലക്കാട് വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്താണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്കൊരാളെയും ഡിഫെയിം ചെയ്യാൻ താല്പര്യമില്ല. ഞാനൊരു ഹോസ്പിറ്റൽസിൻ്റെ പേരും പറയാൻ പോകുന്നില്ല. ബിക്കോസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കൊരാളോട് ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആരെയും അവമാനിക്കാനും തയ്യാറല്ല, ഞാൻ ആരെയും ഡിഫെയിം ചെയ്യാനും തയ്യാറല്ല, ഞാൻ ഒരാളുടെ പേരെടുക്കാനും താല്പര്യപ്പെടുന്നില്ല. സോ അങ്ങനെ പാലക്കാട്ടിലേക്ക് അവർ പോകുന്നു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ വന്നിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ല, ഒരു കാല് ചെയ്യുന്നു, അടുത്ത ദിവസം ഫിസിയോതെറപ്പി, അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, നീ എന്തിനാണ് അപ്പം അതിനൊക്കെ വരുന്നത്, നമ്മളൊക്കെ ഇവിടെ എല്ലാവരും ഇല്ലേ എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പോകുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സർജറി കഴിയുന്നു, ലെഫ്റ്റ് ലെഗ്. അത് നല്ല രീതിയിൽ പോകുന്നു, ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകുന്നു. അടുത്ത ദിവസം അമ്മ ഫിസിയോതെറപ്പിയിൽ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നു. അപ്പം അച്ഛൻ ചോദിച്ചു, 2nd മുട്ടും ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ അത് നമുക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അനസ്തീഷ്യ ഡോക്ടർ പറയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അനസ്തീഷ്യ ഡോക്ടർ വരുന്നു. ഡോക്ടർ പറയുന്നു അതൊരു പ്രശ്നമല്ല, നല്ല രീതിയിലാണ്, നമുക്ക് 2nd മുട്ടും കൂടി ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ 2nd മുട്ടും കൂടി ചെയ്യാനുള്ള പുറപ്പാട് ചെയ്യുന്നു. റൈറ്റ് ലെഗ് തൊടുകയാണ്. റൈറ്റ് ലെഗ് തൊട്ടപ്പോൾ ആസ് യൂഷ്വൽ സർജറി കഴിയുന്നു, എല്ലാം ഓക്കെ. ഇനി ഈ മുട്ടിൻ്റെ സർജറിയിലേക്ക് വരാൻ കാരണം, അമ്മ ഭയങ്കര മൊബിലിറ്റി 0 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. 2ാമത്തത് വീഴ് തന്നെ. അതായത് ഡോക്ടർമാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പോലെ ഇതുപോലെ ആയിരിക്കില്ല എപ്പോഴും, ഒരു വീഴ്ചയിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്ന് പോലും അറിയില്ല. സോ അതുകൊണ്ട് മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി തീരെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2nd മുട്ടും റൈറ്റ് ലെഗും കഴിഞ്ഞു. അടുത്ത ദിവസം ഫിസിയോതെറപ്പി വരുന്നു. 5 ദിവസം കഴിയുന്നു, അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റൈറ്റ് ലെഗിൻ്റെ. 15 ദിവസം കഴിഞ്ഞിട്ട് വരും, സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മിസ്റ്റേക്ക്. ഓക്കെ. 2ാമത്തത് ഇവർ വീട്ടിലേക്ക് വന്നു, ഫിസിയോതെറപ്പി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ പോയി. അവർ നോക്കുന്നു, കുഴപ്പമില്ല പറയുന്നു, സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഫിസിയോതെറപ്പി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു, എവറിത്തിങ് സക്സസ്ഫുൾ. അത് കഴിഞ്ഞ് ഫിസിയോതെറപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുട്ട് റൈറ്റ് ലെഗിൽ നിന്ന് സ്റ്റിച്ചിൻ്റെ അവിടുന്ന് സ്റ്റിച്ച് എടുത്തുമല്ലോ, എന്നാലും ആ ഹീലിംഗ് പ്രോസസ്സിൻ്റെ അവിടുന്ന് ഒരു ബ്ലാക്ക് കളറിൽ ഒരു ബ്ലഡ് പോലെ കണ്ടു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് അത് പറയുന്നു. ഞാൻ പറയുന്നു ഡോക്ടർക്ക് അത് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു. ഡോക്ടർ പറയുന്നു അതൊരു വേസ്റ്റ് ബ്ലഡ് ആയിരിക്കും,
നിങ്ങൾ തുടച്ച് കളഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഇവരത് തുടച്ച് കളയുന്നു. തുടച്ച് കളഞ്ഞ് പിന്നെയും 2-3 ദിവസം കഴിയുന്നു. അവിടുന്ന് വീണ്ടും ഒരു ലിക്വിഡ് വരുന്നു. ആ ലിക്വിഡ് പസ്സായിരുന്നു. ആ പസ് കണ്ടതോട് കൂടിയിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ഡോക്ടർ പറയുന്നു ഫോട്ടോ കണ്ടിട്ട് ഇപ്പം തന്നെ വരാൻ. അപ്പം തന്നെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ പറയുന്നത് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആയി, അത് നമ്മൾ കംപ്ലീറ്റ് തുറക്കണം, കംപ്ലീറ്റ് ഫ്ലഷ് ഔട്ട് ചെയ്യണം, ഹൈ ഇൻഫെക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. ശരി, തുറക്കുന്നു. ആ ഹൈ ഇൻഫെക്ഷൻ എന്ത് കാരണം കൊണ്ടാണ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ തുറക്കുന്നു, അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് 3 നേരം IV കൂടെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ആരും ഇല്ല, അങ്ങനെ വന്ന് നേഴ്സുമാരൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടത്തിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ 10-26 ദിവസം 3 നേരം ആൻറ്റിബയോട്ടിക്സ് IV കൂടിയിട്ട് അവിടെ കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അമ്മ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. പിന്നെ നിർബന്ധിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോപ്പറല്ല, ഓൺ ദ ഹോൾ ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. എനിക്ക് എന്താണോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഇൻഫർമേഷൻ പ്രകാരമുള്ള കാര്യങ്ങളൊന്നും അല്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. എനിക്കിവിടെ ഒരാളെയും ഒന്നും പറയാൻ താല്പര്യമില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥിതിയൊന്നും ഈ പറയുന്ന കഴിഞ്ഞ ആൾക്കാർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയൊന്നും. ഓക്കെ, സോ അത് അമ്മ ഫുൾ ഡൗൺ ആയി. ഫുഡ് കംപ്ലീറ്റ് ഡൗൺ ആയി. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സംഭവം ആൻറ്റിബയോട്ടിക്സ് മാത്രം പോവുക. എന്നിട്ട് അവിടുന്ന് 26 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നു 80% ഹീലായി, 20% മാത്രമേ പ്രശ്നമുള്ളൂ, നിങ്ങളെല്ലാ മൺഡേയും ഫ്രൈഡേയും ഡ്രസ്സ് ചെയ്യാൻ വരണം എന്ന് പറയുന്നു. അപ്പോൾ പോയ ആഴ്ച മൺഡേ അച്ഛൻ അമ്മയെ കൊണ്ടുപോകുന്നു. അപ്പോഴും ഫുഡൊക്കെ 0. കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത്. എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ അനസ്തീഷ്യ ആൻറ്റിബയോട്ടിക്സിൻ്റെ കാരണം കൊണ്ട് അമ്മയെ അല്ല, അമ്മയ്ക്ക് വല്ലപ്പോഴൊക്കെ ആ ഒരു നോർമൽ അമ്മയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷമൊന്നും അമ്മയെ അല്ല. അതൊന്നും അമ്മ വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അതൊന്നും ഒരു നിർബന്ധിക്കാനോ ഇല്ലെങ്കിൽ എന്താണ് പറയുക, അങ്ങനെയൊന്നും ഇപ്പം ഞാൻ എന്നുള്ള നിലയിൽ പോലെ ഒന്നും ആരും അതൊന്നും ചെയ്യില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആരോടും ഒരു പരിഭവവും ഇല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ മൺഡേ ഡ്രസ്സ് ചെയ്യാൻ പോയി. ഫൈനലി ഡോക്ടർ പറഞ്ഞു മൺഡേ ഇതേപോലെ തന്നെ ഫ്രൈഡേയും വരണം, ഇതുപോലെ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ വരേണ്ടി വരും എന്ന് പറയണം. ഇവർ ഓക്കെ എന്നും പറഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നു ചൊവ്വാഴ്ച, അതായത് അതിൻ്റെ അടുത്ത ദിവസം വീട്ടിൽ നിൽക്കുന്ന 2 പേരും വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അക്സെപ്റ്റബിളേ അല്ല. സർജറി കഴിഞ്ഞ് 2ാമത്തെ സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ 2 പേരും ഈക്വലായിട്ട് അവർക്ക് പല പണി ഉണ്ടാവാം, പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ എന്താണ് പറയുക, ഒരാൾ പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ ആരുമില്ലാതെ അവരെ വിടുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്ന് പറയുന്നു. അവിടെ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, ആളെ ഏർപ്പാടാക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ ആളെത്തി കുക്കിങ്ങിന് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ആരും ഇല്ലാണ്ട് അവരെ ആക്കാൻ പറ്റില്ലല്ലോ. 2 വയസ്സായിട്ടുള്ളവരാണ്. അതിലൊരാൾ മുട്ടിൻ്റെ സർജറി 2 പ്രാവശ്യം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റീസ്റ്റിച്ച് ഇട്ടിട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ ആളെ ഏർപ്പാടാക്കി. പിന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ നിൽക്കുന്നവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് എന്താണ്, ഇല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പോണ്ടി വന്നു എന്നൊന്നും നമുക്കറിയില്ല. സോ അവർ പോയി, നമ്മൾ വേറൊരാളെ ഏർപ്പാടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഭക്ഷണം കൊടുത്തു. അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛനോട് പറയണു എന്നെ ഒന്ന് പോയി കിടത്തൂ എന്ന് പറയണു. അങ്ങനെ അച്ഛൻ അമ്മയെ പിടിക്കുന്നു, ആ കുട്ടിയും പിടിക്കുന്നു. വാക്കറുണ്ട്, ഇങ്ങനെ പിടിച്ച് നടക്കുന്ന വാക്കറുണ്ട്. അത് പിടിച്ചിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴി അമ്മ കൊലാപ്സായി. അമ്മ കൊലാപ്സ് ആവുക മാത്രമല്ല, അച്ഛനും പിടിക്കാൻ പറ്റിയില്ല, ആ കുട്ടിക്കും പിടിക്കാൻ പറ്റിയില്ല. വാക്കറിൽ ഇതായി
മുട്ട് നമ്മുടെ ഉമ്മർപ്പടിയുടെ അവിടെ മുട്ട് അടിച്ച് അമ്മ വീണപ്പോൾ ഒരു ശബ്ദം കേട്ടു. അതോടുകൂടിയിട്ട് റീസ്റ്റിച്ച് ചെയ്ത കംപ്ലീറ്റ് സ്റ്റിച്ചും പൊട്ടി കംപ്ലീറ്റ് സംഭവം പുറത്തേക്ക് വന്നു. ചോര പ്രളയം. ഓക്കെ, അപ്പോൾ ചൊവ്വാഴ്ച ഇങ്ങനെ നമ്മൾ ഒരാളെ പാലക്കാട് നിന്ന് ഏർപ്പാടാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഹോം നേഴ്സിനെ തിരയാൻ തുടങ്ങി. ഹോം നേഴ്സിനെ തിരഞ്ഞ് നമ്മൾ ഏജൻസീസിൻ്റെ നമ്പറൊക്കെ എടുത്ത് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹോം നേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഇവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛയ്ക്ക് നമ്പർ അയച്ചു കൊടുക്കുമ്പോൾ അച്ഛ കാണുന്നില്ല. അരമണിക്കൂറായി 1 മണിക്കൂറായി അച്ഛ കാണാതെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാതെ അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ഫീലിംഗ്, എന്താ 1 മണിക്കൂറായിട്ടും നോക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് കൺഫേംഡായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും ഫോൺ ചെയ്യുന്നു. വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ഞാൻ കേൾക്കുന്നത് ആംബുലൻസാണ്. ആംബുലൻസിൽ അച്ഛ പറയണത് അമ്മ വീണു, ഭയങ്കര ചോര, ഞങ്ങൾ ആസ്പത്രിക്ക് കൊണ്ടുപോവാണ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് അടുത്ത അവൈലബിൾ ടിക്കറ്റ് എന്ന് പറയുന്നത് അബുദാബി ടു കൊച്ചി ആയിരുന്നു. ഞാനത് എടുക്കുന്നു. വീട്ടിലത്തെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതാക്കുന്നു. ഞാൻ എമർജൻസിയിൽ ബുധനാഴ്ച, പോയ ആഴ്ച ബുധനാഴ്ച, അമ്മ കൈ താഴെ അതങ്ങനെ മടക്കരുതിട്ടോ. അപ്പോൾ എന്താണ് പറയുക, അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച രാവിലെ ഞാൻ എത്തുന്നു. നേരെ ആസ്പത്രിയിൽ ഞാൻ കണ്ട കാഴ്ച ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അതെൻ്റെ അമ്മയല്ല. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് കൊളാക്കി. ഇതെൻ്റെ അമ്മയല്ല. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല. നേരെ സീനിയർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഞാൻ ടേക്ക് ഓവർ ചെയ്തു. സീനിയർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു, സംസാരിക്കുന്നു. എന്താന്ന് ചോദിക്കുന്നു. അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഫസ്റ്റ് ചോദ്യം ഒന്നായിരുന്നു, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഇന്നലെ അറിഞ്ഞത് സ്ഥിതിക്ക്, ഓക്കെ, ഞാൻ ബുധനാഴ്ച എത്തുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അപ്പം തന്നെ ആംബുലൻസിനെ വിടിയിച്ചില്ല? എന്തുകൊണ്ട് പേഷ്യൻറ്റിനെ ഇവിടെ കിടത്തി? ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ അമ്മയും കൊണ്ട് ആംബുലൻസിൽ വിട്ടു. ഗംഗ അവിടുന്ന് ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അമ്മ കണ്ണേട്ടൻ്റെ കോൺടാക്റ്റ് പ്രകാരം ഉള്ള രീതിയിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ റെക്കമെൻഡേഷൻസ് വാങ്ങിക്കുന്നു. ഞാൻ ഗംഗയിലേക്ക് എത്തുന്നു. നേരെ വരുന്നു, ഗംഗയിൽ വരുന്നു. അവിടുന്ന് അങ്ങട് എന്താ മക്കളെ ഞാൻ നിങ്ങളോട് പറയാം, സത്യത്തിൻ്റെ ചുരുളുകൾ അഴിയുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ? അതായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഒന്നിൻ്റെ മുകളിൽ അവർ ചോദിക്കുന്നതിന് മുഴുവൻ ഇവർക്ക് ആർക്കും ഉത്തരവില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരവില്ല. ഫൈനലി എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നീ റീപ്ലേസ്മെൻറ്റ് പറയുന്നത് ഈ വയസ്സായിട്ടുള്ളവർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ടും ആ സർജറിയിലൊന്നും 99% ഇൻഫെക്ഷൻ വരില്ല. 1% ഏത് സർജറിയിലേക്കും ഇൻഫെക്ഷൻ വരും. ആ 1% നമുക്ക് വന്നു. പക്ഷേ അത് വന്ന സമയത്ത് അതെന്ത് ഇൻഫെക്ഷനാണ്, ആ ഇൻഫെക്ഷൻ എന്താണ് ഏതാണെന്ന് പോലും ഇതാവാതെ നോർമൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അത് കംപ്ലീറ്റ് കെട്ടിവെച്ച് അത് അങ്ങനെ രീതിയിൽ കൊണ്ടുപോയത്. രണ്ടാമത്തത് വീണ് കഴിഞ്ഞിട്ട് ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അതിനെ 1 ഡേ അവിടെ കിടത്തി. അങ്ങനെയൊക്കെയുള്ള സംഭവം കൊണ്ട് ഈ ലെവൽ എവിടേക്കോ എത്തി. അതായത് ഹൈ റിസ്ക്, ഹൈ എമർജൻസി, ഹൈ അലേർട്ട് എന്നുള്ള ലെവലിലേക്ക് കാര്യം എത്തി. അത് കഴിഞ്ഞ് ഇവിടെ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞത്, നമ്മൾ 3 ടീമായിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടീം ഇതിനെ ഓർത്തോ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യും. ബിക്കോസ് ഫുള്ളി ഇൻഫെക്റ്റഡ് ആണ്. ആ ഫുൾ ഇൻഫെക്ഷനെ നമ്മൾക്ക് ഇതാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ബുധനാഴ്ച എത്തിയ ദിവസം
5.5 മണിക്കൂർ എടുത്തിട്ട് അവരിത് സംഭവം മുഴുവൻ ക്ലീൻ ചെയ്തു. ഷീസ് ഹൈലി ഡയബറ്റിക്. അവിടെ ഇരിക്കുന്ന സമയത്ത് 320, 350 പോവാം. ഓക്കെ, ഒരു എൻഡോക്രിനോളജിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്യാനോ നോക്കാനോ കമ്മിയാക്കാനോ എന്നിട്ട് വരിക. പിന്നെ അടുത്തത് ഷുഗർ 60 പോയി, പിന്നെ സോഡിയം കമ്മിയായി, പിന്നെ രാത്രി ഇതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ വന്നപ്പോൾ ഇല്ല. ഓക്കെ, ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്താ കാരണം? ഭക്ഷണം മര്യാദയ്ക്ക് അവിടെ ഇല്ല, മര്യാദയ്ക്കുള്ള രീതിയിലുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഞാനത് വിശ്വസിക്കുക. എന്താ വെച്ചാൽ നമ്മളത് വിശ്വസിക്കുമല്ലോ, അതല്ലേ നമ്മൾ ചെയ്യുക. ഫൈനലി ഇവിടെ വന്ന് 5.5 മണിക്കൂറിന് ശേഷം അവർ പറഞ്ഞു നമ്മൾ വൂണ്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, ഇനി ഓർത്തോ ടീം വന്നിട്ട് നിങ്ങളുടെ സർജറി സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു. 3 പേരാണ് നമുക്ക് ടീംസ് ആയിട്ട് വരുന്നത്. ഓർത്തോ, പിന്നെ എന്താണ് പറയുക, പ്ലാസ്റ്റിക് സർജറി, പിന്നെ ബോൺ മാനേജ്മെൻറ്റ്, ബോൺ ജോയിൻറ്റ്സ് ആൾക്കാർ. ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് എല്ലാവർക്കും തന്നത് ദാറ്റ് ഫസ്റ്റ് സർജറി കഴിഞ്ഞു. ഫസ്റ്റ് സർജറിയിൽ എന്താ അവർ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അമ്മയുടെ മുട്ടിൻ്റെ ചിരട്ട കംപ്ലീറ്റ് പൊട്ടി. ഓക്കെ, ഇത് കംപ്ലീറ്റ് പുറത്ത് എക്സ്പോസായി. ഈ നീലിക്ക് വെച്ചിരിക്കുന്ന ഇംപ്ലാന്റേഷൻ ഉണ്ടല്ലോ, ആ ഇംപ്ലാന്റേഷൻ വരയ്ക്കും കാണാൻ തുടങ്ങി. ആ ഇംപ്ലാന്റേഷനിൽ അതിലും ഇൻഫെക്റ്റഡ് ആണ്, അതിന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ടു എ വെരി ഡെഡ്ലി, കോമൺ ലാംഗ്വേജിൽ ഡോക്ടർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് എ വെരി ഡെഡ്ലി ബാക്ടീരിയ, വെരി വെരി ഡെഡ്ലി, ഈക്വലൻ ടു കോവിഡ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഹൈ ലെവൽ ആൻറ്റിബയോട്ടിക്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും. രണ്ടാമത്തത് എന്താ പറയുക, ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരത് ക്ലീൻ ചെയ്ത് അത് കംപ്ലീറ്റ് എടുത്ത് ഇംപ്ലാന്റേഷനെ എടുത്തു. മുട്ടിൻ്റെ ചിരട്ടിയില്ല. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് മുട്ട് വയ്ക്കാൻ പറ്റുമോ ചോദിച്ചാൽ മുട്ട് വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന് മുട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു സാധനം അത് പൊട്ടിപ്പോയതാണെങ്കിൽ അവർക്ക് റോഡ് വെക്കാം, അമ്മടെ ചതഞ്ഞു, അപ്പോൾ അത് പറ്റില്ല. സോ മുട്ടില്ല, ഉള്ളിലത്തെ ഇംപ്ലാന്റേഷനും എടുത്തു. ഇപ്പം അവിടെ വലിയൊരു ഹോള് മാത്രമാണ്. അപ്പം തൊടയുണ്ട്, ഒരു ഹോൾ, കാൽ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഇട്ടിരിക്കുക, ഇപ്പോൾ കെട്ടിപ്പൂട്ടിയിട്ടില്ല. കാണാൻ അതിഭീകരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ കാല് കിടന്ന് ആടും, ഭയങ്കര പെയിനായിരിക്കും എന്നുള്ളത്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നെട്ടും ബോൾട്ടും ഒക്കെ പോലെ. അതുപോലെയാണ് ഇപ്പോൾ. ഞാനൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് എനിക്കങ്ങനെ കാണിക്കാൻ പറ്റില്ല. 2, ഞാനൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ ഞാൻ അങ്ങനെ ഒന്നും, എനിക്കങ്ങനെ ഒന്നും വേണ്ട. ഓക്കെ, ദിസ് ഈസ് ദ റിയാലിറ്റി. അപ്പോൾ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് പാർട്ട് ആൻഡ് ഓൾ. അപ്പോൾ ഇപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇനിയിപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി ടീം വരണം. എന്തിന്? ഈ മുറിവായ കൂട്ടിക്കെട്ടണമെങ്കിൽ അത് വല്ലാണ്ട് പൊളർന്നിരിക്കുകയാണ്. ആ മുറിവായ കൂട്ടിക്കെട്ടണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി തന്നെ ചെയ്തൊരു ഫ്ലാപ്പ് വെക്കണം. എന്നിട്ട് ആ ഫ്ലാപ്പും എല്ലാം മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ തൊടയുടെ എല്ലും കാലിൻ്റെ എല്ലും മുട്ടില്ലാതെ ഇൻഫ്യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താവും, നമുക്ക് മുട്ടില്ലാണ്ട് നമ്മുടെ റൈറ്റ് ലെഗ് സ്ട്രെയിറ്റ് ലെഗായിട്ട് മാറും. ഇങ്ങനെ മടങ്ങിയിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. ഒരു കാലിങ്ങനെ തന്നെ ഫുള്ളായിട്ടല്ല, അവർ ഇരിക്കുന്ന പാകത്തിന് ജോലിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വടി കുത്തിയിട്ട് ഇതാക്കാൻ പറ്റും. ഫിസിയോതെറപ്പിയിൽ അതിന് വേണ്ട ഒരു ചെരുപ്പുണ്ട്, ഈക്വലൈസർ. എന്താ വെച്ചാൽ കാലൊന്ന് 3 ഇഞ്ച് പൊങ്ങും. അപ്പോൾ അതിനൊക്കെ അത് ചെയ്യും. പക്ഷേ ഇതെല്ലാം റെഡി ആവണമെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാവണം. ആ ഇല്ലാതാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കണം. സോ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് വാക്യൂമിൻ്റെ മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുറിയുടെ വായ അവർ അതിൽ വാക്യൂമിലേക്ക് കൊടുത്ത് അതിങ്ങനെ സക്ക് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ നീരും ബ്ലഡും ഒക്കെ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവായ ചെറുതാവുമ്പോൾ എന്താവും, ഇവർ പ്ലാസ്റ്റിക് സർജറിയുടെ ആൾക്കാർ വന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറിയ
അളവിലേക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊളന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യണം. ഇതാവുമ്പോൾ ചെറിയ ഏരിയ അവർക്ക് കവർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രോസസ്സ് വലുതാണ്. നമ്മളിപ്പോൾ 2 ആഴ്ചയും കൂടി നമുക്കിവിടെ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കി ആ ഫ്ലാപ്പ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെ ഇതേപോലെയുള്ള ICU സെറ്റപ്പ് ആയിരിക്കണം. നേഴ്സ് ഉണ്ടാവണം, എന്താണ് ഹോം നേഴ്സ് ഉണ്ടാവണം. അവരെ എക്സ്ക്ലൂസീവായിട്ട് നോക്കുന്ന രീതിയിലായിരിക്കണം. സോ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഫ്ലാപ്പ് ഇട്ടിട്ട് നമ്മൾ 1 മന്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമുക്ക് ആംബുലൻസിലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ എന്താ പറയുക, നമ്മുടെ കാലിൽ നട്ടും ബോൾട്ടും കാര്യങ്ങളുമാണ്. അടുത്തത് വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോൺ ഇൻഫ്യൂസ് ചെയ്യും. അത് നമുക്ക് 2 മാസത്തോളം എടുക്കും ഇത് ചേർന്ന് പിടിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫിസിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ്സ്. ഇപ്പോഴൊന്നും ഇത് എപ്പിസോഡുകൾ തീരില്ല. അപ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഇനീഷ്യലി വന്നപ്പോൾ എന്താണെന്നറിയാത്ത പെട്ടെന്ന് ജീവിതത്തിൻ്റെ ഒരു ചാപ്റ്റർ അങ്ങോട്ട് തുറന്നപ്പോൾ ഒരു പതർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒന്നേ ഉള്ളൂ. അത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ്. സർജറി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, എന്തേ അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് ഭയങ്കര ഭാരവും ബേർഡനും ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങളുടെ മാക്സിമം ചെയ്യുന്നതായിരിക്കും. ഇതൊരു വളരെ റെയർ കേസാണ്. പിന്നെ ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോയമ്പത്തൂർ ഇരുന്നതുകൊണ്ട് നമുക്കറിയാം, ഗംഗയിലേക്ക് ആൾക്കാരെ വാരിക്കൊണ്ടുവന്ന് കൊടുത്താലും അവർ എണീപ്പിച്ച് നിർത്തിയിട്ട് അവർ കൊണ്ടുപോയി ഇതാക്കുന്നുള്ളത്. സോ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. ഇനി ചോദ്യങ്ങൾ ഒരുപാട് എനിക്ക് ചോദിക്കാം. ലൈക്ക് ഇതിവിടെ തന്നെ ചെയ്താൽ പോരെ ആയിരുന്നു, അവിടെ എന്തിനാ ചെയ്തത്? ഇനിയിപ്പോൾ പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാശമായിട്ടുള്ള ലെവലിലേക്കാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവർ അതിനെ ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് അമ്മയ്ക്ക് 70 വയസ്സായി, പ്ലസ് ഡയബറ്റിക് ആണ്. അതിൻ്റേതായിട്ടുള്ള ടൈം എടുത്തിട്ടേ അത് പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ ഡയറ്റ് മാറ്റി അമ്മയുടെ ഡയറ്റീഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്നു. പ്രോട്ടീൻസ്, ഫൈബർ, അതൊക്കെ രീതിയിൽ. ആൻഡ് ദേ ആർ വെരി കോപ്പറേറ്റീവ്. നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ വളരെ ഹാപ്പിയാണ്. അമ്മയ്ക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അമ്മ. വേണ്ട വാശി അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ്. ബിക്കോസ് റൂമിൻ്റെ ഉള്ളിൽ 2 പേരെ പറ്റും, ഞാനും അച്ഛനുമാണ്. ഞാനൊന്നും ചെയ്യിപ്പിക്കാറില്ല. അച്ഛനെ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് മാത്രം. അമ്മയുടെ എല്ലാ കാര്യവും ഞാനാണ് നോക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ നഴ്സുകളുടെ കൂടെ നിന്ന് ഇവൻ ഒരു ഡയപ്പർ മാറ്റുന്നത് പോലും നമ്മൾ ചെയ്തെല്ലാം കഴിഞ്ഞ്, എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല. ഓൾറെഡി എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും വരാനില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. സോ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഹൈലി ക്രിട്ടിക്കൽ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ്. പക്ഷേ ഒന്ന് പതറിയെങ്കിലും ദൈവങ്ങൾ, ഇപ്പോൾ ഇത് നമ്മുടെ വീട് പോലെ, ഞാൻ പോവും, അമ്പലങ്ങളിൽ താഴെ ദൈവങ്ങളുണ്ട്, പോയി പ്രാർത്ഥിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കും. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും നോക്കി വേണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം കഴിയും. ഒരു ദിവസം അമ്മ തിരിച്ചു വരും. പഴയ പോലുള്ള മൊബിലിറ്റി എന്നൊന്നും പറയാനില്ല അമ്മയ്ക്ക്. പണ്ടും അമ്മ അങ്ങനെ ബ്രിസ്കായിട്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ നേച്ചർ വെച്ചിട്ട് അമ്മ, അപ്പോൾ ഇപ്പോൾ വാക്യൂമിൻ്റെ ടീം വരാൻ പോവുകയാണ്. സോ അമ്മയുടെ ഒരു നേച്ചർ വെച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറയുക, വേദന, പെയിൻ എന്നുള്ളത് അമ്മയ്ക്ക് അത് പെയിൻ മാനേജ്മെൻറ്റ് കുറച്ച് കമ്മിയാണ്. അമ്മയ്ക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അമ്മ ഭയങ്കര ടിമിഡാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു രീതിയിലാണ് നോക്കുന്നുണ്ട്. വൺസ് അഗെയിൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്.
തളർന്നു വീണ് നിന്നപ്പോഴും ഒരുപാട് പ്രാർത്ഥനയിലൂടെ എന്നെ തിരിച്ച് നിങ്ങൾ കൊണ്ടുവന്നു. അമ്മയെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ തിരിച്ച് ഇതാക്കി. ഇനിയും വേണം. ഒരുപാട് ആൾക്കാർ പേരും നക്ഷത്രവും ചോദിച്ച് മൃത്യുഞ്ജയ ഹോമം വരയ്ക്കും ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരുപാട് ശക്തി തന്നു. ഞാൻ അതുകൊണ്ട് ഈ ചാപ്റ്ററിനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. സോ ഇതാണ് സംഭവിച്ചത്. ചോദിച്ച എല്ലാവരോടും പറയാനുള്ളത് ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറയുക, ദിസ് ഇസ് വെയർ വി സ്റ്റാൻഡ്. ഹോപ്പ് വൺ ഡേ ഈ എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അങ്ങനെ തളർന്നിരിക്കാൻ പറ്റില്ലല്ലോ. അപ്ഡേറ്റ്സ് ഒക്കെ ആയി നമ്മൾ വരുന്നതായിരിക്കും ഓരോ പ്രാവശ്യവും. ഓക്കെ, സോ പ്രാർത്ഥിക്കുക, കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.